ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനാമികനെയും നമ്മുടെ നയനെയാണ്. അതിന് നയന അനാമികയോട് പറയാം, നീ കൂടുതൽ ഇവിടെ കിടന്ന് വിളഞ്ഞു കഴിഞ്ഞാലേ സത്യങ്ങളൊക്കെ ഞാൻ വെളിയിൽ പറയും. നിനക്കറിയാലോ, സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് പുറത്താകാൻ പോകുന്നത് ഞാനല്ല, നീയാ. പാലിൽ വിഷം കലർത്തിയത് നീയാണെന്നും അതെൻ്റെ ചേച്ചിയെ കൊല്ലാനാണെന്നും ഒക്കെ ഞാൻ അങ്ങോട്ടേക്ക് വിളമ്പി വിടും, അറിയാലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞപ്പോഴത്തേക്കും നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അതെ, ഭീഷണിപ്പെടുത്തൽ തന്നെയാ. അല്ല, എനിക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നടക്കേണ്ട കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ എനിക്കിത് ഇപ്പം പറയാം, ഞാൻ പോയി പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അത് പിന്നെ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് അതിന് മാത്രം നീ എന്നെ ഭീഷണിപ്പെടുത്താനും ഇപ്പം ഇങ്ങനെയൊക്കെ പറയാനും? ആ പെങ്കൊച്ച് എൻ്റെ മുറി കയറി വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് തന്നെയാ അതിൻ്റെ കാരണം. അതിന് ഞാൻ ഒരടി കൊടുത്തു, അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ദേ, നീ ഇനി ചന്തുമോളെ തൊട്ടാൽ നിന്റെ കൈ ഞാൻ വെട്ടും. മാത്രമല്ല, ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, എനിക്ക് എല്ലാവരോടും പറയാൻ ഒരു മടിയുമില്ല. നീ നിന്റെ കാര്യം നോക്കിക്കോ, അല്ലാതെ ചന്തുമോളുടെ കാര്യത്തിൽ ഇടപെടരുത്. അവൾ എൻ്റെ മോളാ, ഞാൻ അവളെ മോളായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ആയിക്കോണം. ഇതിൻ്റെ അവസാനത്തെ വാണിംഗ് ആയിരിക്കും. ഈ നയനയുടെ മുഖം എന്താണെന്ന് നിനക്കറിയില്ല, ഈ നയന ആരാണെന്ന് നിനക്കറിയില്ല. ഈ മുഖം അല്ലാതെ എനിക്ക് വേറൊരു മുഖം ഉണ്ടടി, അത് ഞാൻ വേണമെങ്കിൽ നിന്നെ കാണിക്കാടി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് ആരോടും കൊമ്പ് കോർക്കാനും ആടി കൂടാനൊന്നും ഇപ്പം എനിക്ക് താല്പര്യമില്ല. നയന, നീ പൊക്കോ, നീ പോ ഇവിടുന്ന്. ഞാൻ ഏതായാലും ഇനി ആ പെങ്കൊച്ചിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല, അത്ര തന്നെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതിനിടയ്ക്ക് അനാമയ്ക്ക് നല്ല പേടിയുണ്ട്, ഇനിയിപ്പം നയനെ ആരോടെങ്കിലും സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമോ എന്നൊക്കെ. നമ്മുടെ അനന്തപുരി തറവാട്ടുകാരെ അല്ല പേടി, സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ അനാമികനെ പോലീസ് വരെ കൊണ്ടുപോയിന്നിരിക്കും. അപ്പൊ അതും കൊണ്ട് തന്നെയാട്ടോ പേടി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി നമ്മുടെ രേവതിനെയും രേവതിയുടെ ഭർത്താവിനെയും വിളിക്കുക, അതായത് നമ്മുടെ അനാമികയുടെ അച്ഛനെയും അമ്മയും വിളിക്കുകയാണ്. അങ്ങനെ അനാമിക ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോ ദേ, അവർക്ക് നാണമില്ലേ? അറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്. അനന്തപുരി തറവാടെന്ന് വലിയ പേരെടുത്ത തറവാടാ, പക്ഷേ അതിപ്പോ ഒരു അഗതി മന്ദിരമായിക്കൊണ്ടിരിക്കുക. പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ അവിടെ കയറി താമസിക്കാലോ. മോളെ ഇതിനെതിരെ പ്രതികരിക്കണം. ഇതിനെതിരെ പ്രതികരിച്ചില്ല എങ്കിലേ ഇനിയും പല പല കുട്ടികൾ ആ വീട്ടിൽ വന്ന് കയറും. അല്ല, ആ കുട്ടി ഇനിയിപ്പോൾ അനാഥ കുട്ടി തന്നെയാണോ, അതോ ഇനിയിപ്പം അനന്തപുരി തറവാട്ടിലെ ആർക്കെങ്കിലും ആ കുട്ടിയുമായിട്ട് ബന്ധമുണ്ടോ? ആ, ഇവിടുത്തെ കൊച്ചുമോൻ്റെ മകളാണെന്നൊക്കെയാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും അഭിയുടെ ആകാനേ ചാൻസ് ഉള്ളൂ. കാരണം അറിയാലോ, അനിയും ആദർശേട്ടനും ആ രീതിയിലൊന്നും സഞ്ചരിക്കുന്നവരല്ല, പ്രത്യേകിച്ച് ആദർശേട്ടന്. പിന്നെ അനിക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അവൻ എപ്പോഴും ആ നന്ദുവിൻ്റെ പുറകെയാണല്ലോ നടക്കുന്നത്. അതിനിടയിൽ ഇത്രയും പ്രായമായ ഒരു കുട്ടി അവർക്കുണ്ടാകാനും ചാൻസ് ഇല്ല, കാരണം അവർ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് ഒരു വർഷം ആകുന്നതേ ഉള്ളൂ. അപ്പൊ പിന്നെ ആ ലെവലിൽ നമുക്ക് ചിന്തിക്കേണ്ട. ഏതായാലും മോളെ, നീ ഒന്ന് സൂക്ഷിച്ചോ. പിന്നെ നീ ആ കുഞ്ഞിനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ പിന്നെ വേറൊരു രീതിയിൽ ആ കുഞ്ഞിനെ വഴക്കുണ്ടാക്കാനോ ഒന്നും പോകണ്ട. അത് ചിലപ്പോൾ അനന്തപുരി തറവാട്ടുകാർക്ക് ഇഷ്ടമായെന്നും വരില്ല. ആ മൂർത്തിക്ക് അതുപോലെ സ്വഭാവമുള്ള ആ ഒരു രീതിയിൽ പ്രതികരിക്കുന്നത് നിന്നെ ഇഷ്ടമല്ലായിരിക്കും. മാത്രമല്ല, നയന ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് മോളൊന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. ഓ, ഈ വീട്ടിൽ എൻ്റെ ജീവിതം തീരുന്നാണ് തോന്നുന്നത്. ഒരു മുത്തശ്ശനും ഒരു മുത്തശ്ശിയും, എന്താ രാജാവും റാണിയോ, ഇപ്പോഴും ഇവിടെ രാജഭരണോ എന്നൊക്കെ പറഞ്ഞ് പുറപുറത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ജലജ വന്നിട്ട്, എന്താ മോളെ, എന്താ പറ്റിയത്? മോളെന്താ ഈ പുറപുറുക്കുന്നത്? അത് പിന്നെ എങ്ങനെ പുറപുറുക്കാതിരിക്കും? അവളില്ലേ, ആ പെണ്ണ് ചന്തമാള്, അവളെൻ്റെ റൂമിൽ കയറി വന്നിരിക്കുന്നു. എനിക്കാണെങ്കിൽ അങ്ങോട്ട് ചൊറിഞ്ഞു കയറി. ഞാൻ ഒരെണ്ണം വെച്ചു കൊടുത്തു. ഒരെണ്ണമല്ല, കുറേ എണ്ണം വെച്ച് കൊടുക്കത്തില്ലായിരുന്നോ? കിട്ടിയ അവസരം മോൾ എന്തിനാ പാഴാക്കിയത്? കുറേ എണ്ണം അങ്ങ് കൊടുക്കണമായിരുന്നു. അവളുണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ സ്വത്ത് ഭാഗം വെക്കുമ്പം വീതം വയ്ക്കൽ കൂടുമല്ലോ. അംഗങ്ങൾ കൂടിക്കൂടി വരികയല്ലേ. ഇങ്ങനെ പോയി ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നത് എനിക്കറിയില്ല. ഇതിപ്പോൾ ആരുടെ കുട്ടിയാ, എന്താ ഏതാ എന്നൊന്നും അറിയാത്തൊരു ഇതാണല്ലോ. അപ്പോഴാണ് നമ്മുടെ അനാമിക പറഞ്ഞത്, എല്ലാവർക്കും സംശയം ഇത് അഭിയുടെ കുട്ടിയാണോ എന്ന് തന്നെയാ. എന്താ മോളെ നീ പറഞ്ഞത്? അഭിയുടെ കുട്ടിയോ? അഭിയുടെ കുട്ടിയൊന്നും അല്ല. അഭിക്ക് അങ്ങനെ ഒരു കുട്ടിയുമില്ല. എല്ലാവരും എൻ്റെ മകനെ കുറ്റം വയ്ക്കാൻ നോക്കണ്ട. നീയും എൻ്റെ മകൻ്റെ മെക്കിട്ട് കയറുകയാണോ? എന്ത് ചെയ്താലും എൻ്റെ മകൻ
ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നല്ലവരാണല്ലോ. മാത്രമല്ല നല്ലവന്മാരാ കുടുങ്ങാൻ പോകുന്നതെന്ന് എൻ്റെ മകൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ആദർശം അനി ആരുടെയോ കുഞ്ഞെങ്ങാണ്ട, അല്ലാതെ എൻ്റെ മകന്റെ കുഞ്ഞല്ല. ആരും അതിനെ എൻ്റെ മകന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ഒരെണ്ണം വന്ന് എൻ്റെ മകന്റെ കുഞ്ഞാന്നും പറഞ്ഞ് ചാടിയിട്ടുണ്ട്. ഇനിയിപ്പം അതിങ്ങോട്ടേക്ക് വരാൻ പോവാ. ആര്? നവ്യ ഇങ്ങോട്ടേക്ക് വരാൻ പോവാണോ? ആ, അവൾ ഇങ്ങോട്ടേക്ക് വരാൻ പോവാ. ഇനിയിപ്പൊ ഇവിടെ ഞാൻ എന്തൊക്കെ കാണേണ്ടി വരും. രണ്ട് പിള്ളേരെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ലായിരിക്കും. അതിനേക്ക് എന്തിനാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? അത് പിന്നെ 28 ആകാതെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് എന്തിനാ? ഓ, ആർക്കറിയാം അവക്കിപ്പോ ഇങ്ങോട്ടേക്ക് വരണമെന്ന്. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഓർഡർ. അച്ഛനെ അമ്മേനെ ഇതിന് പറഞ്ഞാൽ മതിയല്ലോ, വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ കുണുകൂണ എന്തൊക്കെ വെച്ചുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അനാമിക, ഓഹോ, അപ്പം നവ്യയും കൂടെ കയറി വരാൻ പോവാ. അപ്പൊ ഇനി എനിക്ക് രണ്ട് ശത്രുക്കളാകാൻ പോവാ. ഇത്രയും ദിവസം നയനയെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. മറ്റവള് വൃത്തികെട്ടവള്. അവളുടെ നാക്കിന് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നെങ്കിൽ അവളുടെ നാക്കങ്ങ് നീണ്ടു നിവർന്ന് കിടക്കല്ലേ. ഇനി വന്ന് എൻ്റെ മെക്കിട്ട് കയറിക്കോളും. എൻ്റെ ഈശ്വര, എൻ്റെ ഒരു വിധിയെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് പിന്നെ നമ്മുടെ അഭി നേരെ ആദർശിന്റെ അടുത്തേക്ക് ചെല്ലാണ്. വീണ്ടും അഭി ഇങ്ങനെ പൈസ ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശിനോട്. പൈസ വേണമെന്നും അത്യാവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, പൈസ തരാൻ പറ്റില്ല, നീ എപ്പോഴും ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ എടുത്ത് പൈസ തരുന്നത്, നിനക്ക് ഒരു 5 ലക്ഷം രൂപ തന്നതല്ലേ എന്ന് പറയുമ്പോൾ, അത് ഞാൻ 10 ചോദിച്ചപ്പോഴത്തേക്കും ആദർശേട്ടന് 5 തന്നു. അതിലിപ്പോൾ എന്താ ഇരിക്കുന്നത്? 10 ചോദിക്കുമ്പോൾ 5ആണോ തരേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നവ്യയും കുഞ്ഞും ഇങ്ങോട്ടേക്ക് വരാൻ പോവാ. അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരുപാട് ചെലവുകളാ. എന്ത് ചെലവാടാ നിനക്കുള്ളത്? ഇവിടുത്തെ ചെലവുകളെല്ലാം മുത്തച്ഛനും ഞാനും ഒക്കെ കൂടിയാ നോക്കുന്നത്. നിനക്ക് പിന്നെ എന്ത് ചെലവാ ഉള്ളത്? നിനക്ക് പ്രസവത്തിന് ഹോസ്പിറ്റലിൽ ചെലവായോ? അല്ലെങ്കിൽ പിന്നെ നവ്യക്ക് എന്തെങ്കിലും നീ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടോ? ആ കുട്ടിക്ക് നീ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടോ? നീ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. നിനക്ക് ചെലവാണ്, ചെലവ് കൂടുതലാണ്, കടവാണ്. ഈ കടവും കാര്യങ്ങളൊക്കെ വന്ന വഴി എവിടെ നിന്നാന്ന് നിനക്ക് അറിയാമോ? അതൊക്കെ നിനക്ക് പറയാൻ പറ്റുമോ? ഇത് പറയുമ്പോഴത്തേക്കും, അല്ല, എന്തിനാ എന്നെ കൂടുതൽ ആദർശേട്ടൻ ചോദ്യം ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദേ, നിങ്ങളെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അല്ല, നീ എന്ത് തെറ്റിന്റെ കാര്യമാണോ പറയുന്നത്? അല്ല, ഞാൻ എന്തോ തെറ്റ് ചെയ്തെന്നാണല്ലോ നീ പറയുന്നത്? അത് പിന്നെ ആദർശേട്ടന്റെ ഫോട്ടോ ആണല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ ആദർശേട്ടൻ അല്ലാതെ വേറെ ആരെങ്കിലും തെറ്റ് ചെയ്തോ? ഓഹോ, നീ അത് ഓർത്ത് മനസ്സിൽ വെച്ച് നടന്ന് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി എൻ്റെ അല്ല എന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദേ, നിനക്കതിലെന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നീ സൂക്ഷിച്ചാൽ മതി. എനിക്കതിലൊരു പങ്കുമില്ല. ചേട്ടൻ ഇപ്പൊ പൈസ തരാൻ പറ്റുമെങ്കിൽ പൈസ താ. എനിക്ക് കുറച്ച് പൈസ ആവശ്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു 5 ലക്ഷം രൂപയും കൂടെ തന്നാല് ഞാൻ ഇനി പൈസയൊന്നും ചോദിക്കില്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ നയന വരികയാണ്. അപ്പൊ നയന ചോദിച്ചു, എന്താ ഒരു പൈസയുടെ കാര്യമൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു, ഇങ്ങനെ പൈസ ഇവന് വേണമെന്നാ പറയുന്നതെന്ന്. ഈ സമയത്ത് തന്നെ പതുക്കെ നൈസായിട്ട് നമ്മുടെ അഭി അവിടെ നൂരി പോവാണ്. കാരണം നയനയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ അഭിക്ക് പറ്റില്ല. നയന എന്തെങ്കിലും ഇട്ടാവട്ട ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ അഭിയെ പൂട്ടുമെന്ന് നന്നായിട്ട് അഭിക്ക് അറിയാം. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശിനോട് നയന പറയാം, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ആദർശേട്ടാ, എത്രയും പെട്ടെന്ന് DNA എടുക്കണം. കിരണേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. എന്തിനാ നീട്ടിക്കൊണ്ട് പോകുന്നത്? അഭി ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യും. അതുപോലെ അവന്റെ മുഖം മൂടി നമുക്ക് വലിച്ചു വരണം. എനിക്ക് ഉറപ്പുണ്ട്, ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയാലും അഭിയുടെ മുഖത്ത് നോക്കിയാലും കാണുന്നത് ഒരേ ഷേപ്പ് തന്നെയാണ്. അതെനിക്ക് തോന്നുന്നത് അഭിയുടെ മോള് തന്നെയാണ്. ഇനിയിപ്പോൾ പ്രൂഫ് സഹിതമല്ലേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് നടത്തണമെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം പറഞ്ഞു, അതാ വേണ്ടത്, ടെസ്റ്റ് നടത്തണം. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ കിരണിന്റെ അടുത്ത് കൊണ്ടുപോയി ആ ഒരു മുടിയൊക്കെ കൊടുത്തിട്ട്, അതെ, എത്രയും പെട്ടെന്ന് ടെസ്റ്റുകളൊക്കെ നടത്തണം, എത്രയും പെട്ടെന്ന് താമസിക്കരുത്, നിന്റെ കൂട്ടുകാരന്റെ കയ്യിൽ കൊടുക്കണം എന്നൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കിരൺ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, ഇത് നടത്തേണ്ട കാര്യമൊന്നുമില്ല, ഇനിയിപ്പം നമുക്കൊരു പ്രൂഫ് വേണമല്ലോ, അപ്പൊ അതുകൊണ്ട് നടത്തിയല്ലേ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാൻ, ഞാൻ എത്രയും പെട്ടെന്ന് 2-3 ദിവസത്തിനകം, ചിലപ്പോൾ ഇന്ന് തന്നെ അറിയാൻ ചാൻസ് ഉണ്ട്. ലേറ്റായി പോയ 2-3 ദിവസത്തിനകം നമുക്ക് ആരാണ് കുട്ടിയുടെ അച്ഛൻ എന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട എന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ കിരൺ ആദർശിനോട്. അപ്പം ആദർശ് ഇങ്ങനെ കിരണിനെ പറഞ്ഞു, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ സമാധാനപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. നീ വിഷമിക്കൊന്നും വേണ്ട, ഇതിന്റെ ഫലം ഏതായാലും വരാൻ പോകുന്നത് അഭിക്കെതിരെ തന്നെയായിരിക്കും. അഭി തന്നെയായിരിക്കും ആ കുട്ടിയുടെ അച്ഛന്. അല്ലെങ്കിൽ പിന്നെ അഭിയും ആദർശോ അനിയും ഒന്നും അല്ലായിരിക്കും. ഇത് ആരെങ്കിലും നിങ്ങളെ എന്താ പറയാ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ തട്ടിപ്പ് നടത്താൻ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയ്ക്ക് വേറൊരു ഗതിയും ഇല്ലാഞ്ഞിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാലോ എന്നും
നമ്മുടെ ആദർശല്ല സോറി കിരൺ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കിരണിന്റെ കയ്യിലാട്ടോ പേര് മാറിപ്പോയെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. ഇതിന്റെ ഇടയ്ക്ക് വല്ലതും പേര് മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ കിരൺ എന്നുള്ളത് ഞാൻ ആദർശം എന്ന് കയറ്റി പറഞ്ഞു എന്നൊരു ഡൗട്ട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യയുടെ കുഞ്ഞും കൂടി അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ ഇതറിഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല ജലജയ്ക്ക്. ജലജയാണെങ്കിൽ ജാനകിയോട് ചെന്ന് പറയാ, എന്തിനാണോ ഇപ്പൊ അവൾ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നത്? സാധാരണ 90 കഴിഞ്ഞാണല്ലോ എല്ലാ വീട്ടിലും വരുന്നത്. ഇതിപ്പോ 28 ആകാറാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വരിക. അതെന്തിനാ ജലജ? അത് നിനക്കറിയാമോ? 28 ചടങ്ങ് ഈ വീട്ടിൽ വെച്ച് നടത്തണം. അതാണ് ഈ പറയുന്ന ഗോവിന്ദന്റെയും കനകയുടെയും നവ്യയുടെയും നയനിയുടെയും ഒക്കെ തന്ത്രം എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് നടത്തിയാലല്ലേ എന്തെങ്കിലും കിട്ടപ്പോലുള്ളൂ. ആ കുട്ടിക്ക് സ്വർണങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ ഇവിടെ വെച്ച് നടത്തണം. ചെലവും ഇവരെ നോക്കിക്കോളും. അല്ലെങ്കിൽ പിന്നെ അവര് ചെലവ് നോക്കേണ്ടി വരില്ലേ? ഇതാണ് പറയുന്നത്. നല്ല അസല് കുതന്ത്രം എന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും എന്ത് കുതന്ത്രമാണെങ്കിലും എനിക്കാണല്ലോ ഇനി തലവേദന. ആ കൊച്ചിന്റെ കീ എന്നുള്ള കാർച്ച ഞാൻ കേൾക്കേണ്ടി വരും. അതിന്റെ മുലവും മൂത്രമൊക്കെ ഞാൻ കോരേണ്ടി വരും. എനിക്കാണ് സഹിക്കുന്നില്ല. ഞാൻ ഈ വീട് വിട്ടുപോയാലോ എന്ന് ആലോചിക്കുക. അല്ലാതിപ്പോ എന്താ ചെയ്യുക? എനിക്കുള്ള ഷെയർ തന്നായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയൊന്ന് തോരഞ്ഞേനെ എന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് ആണ് നമ്മുടെ നവ്യ ആ വീട്ടിലേക്ക് കയറി വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യ വരുന്ന ഉടനെ തന്നെ മുത്തച്ഛനും മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും എല്ലാവരും ആരതിയൊക്കെ ഒഴിഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആദ്യമായിട്ടാണല്ലോ ഒരു കൊച്ചുമകൻ കയറി വരുന്നത് ആ വീട്ടിലേക്ക്. നമ്മുടെ നന്ദു അല്ല സോറി നമ്മുടെ ചന്തുമോള് കയറി വന്നെങ്കിലും എല്ലാ ആചാരപ്രകാരവും അതുപോലെ തന്നെ ഇത്രയും ചെറുപ്പത്തിലെ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു കൊച്ചുമോൻ കയറി വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ. അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു സംഭാഷണവും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ പഴയ പോലെയല്ല നമ്മുടെ കുടുംബം. നമുക്ക് 2 കൊച്ചുമക്കളെ കിട്ടിയിരിക്കുക. കൊച്ചുമക്കളുടെ മക്കളെ നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പോഴാണ് സത്യം പറഞ്ഞത് നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ആയത്. ഇനി അവരുടെ ചിരികളിയൊക്കെ കാണണം. അതായിരിക്കും നമ്മുടെ ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ഓരോരോ ദിവസങ്ങൾ നമ്മൾ എണ്ണി തീർക്കേണ്ടത്. നമുക്ക് പ്രായമായില്ലേ. ഇനിയിപ്പം ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിലോ അതുപോലെ തന്നെ ഓഫീസുകളിലോ ഒന്നും പോകാതെ കൊച്ചുമക്കളുടെയൊക്കെ കൂടെ ഇങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നു. മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷം. ഈ സമയത്ത് ആരതിയൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ നവ്യയെ അകത്തേക്ക് കയറ്റുകയാണ്. ഏതായാലും നവ്യ അകത്ത് കയറി വരുമ്പോഴേക്കും ചന്തുമോളെ അപ്പോഴാണല്ലോ ആദ്യമായിട്ട് കാണുന്നത് നവ്യ ചന്തുമോളെ കണ്ടു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നവ്യക്ക് അഭിയുടെ മുഖവുമായിട്ട് രൂപസാദൃശ്യം തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം നമ്മുടെ നവ്യ ഇങ്ങനെ അഭിനെ തന്നെ ഇങ്ങനെ നോക്കുന്നു. ആ കുട്ടീനെയും തന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ അഭി അത്രയ്ക്ക് ക്ലിയർ അല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അഭിനെയാണ് ഭൂരിഭാഗം പേർക്ക് സംശയം. പക്ഷെ ഇനിയിപ്പം DNA വല്ലോ നടത്തി കഴിയുമ്പോഴത്തേക്കോ അഭിയുടെ കരങ്ങൾ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രവർത്തനം നടത്തുമോ എന്നറിയില്ല. അതായത് DNA ടെസ്റ്റ് നടത്തുമ്പോൾ റിസൾട്ട് മാറ്റിവെക്കുവോ അതോ റിസൾട്ടിൽ തിരുത്തലോ ഉണ്ടാക്കുവോ? ചിലപ്പോൾ അഭിയുടെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ അതിനൊക്കെ ചാൻസ് ഉണ്ട്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാൻ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ നമ്മുടെ അപ്കമിങ് വിശേഷങ്ങൾ നയനയുടെയും ആദർശിന്റെയും നമ്മൾ റിയൽ സ്റ്റോറിയിൽ ഇടുന്നുണ്ട്. ഗോമതിയുടെയും ബാലന്റെയും കഥയും നമ്മൾ റിയൽ സ്റ്റോറിയിൽ ഇടുന്നുണ്ട്. അപ്പം ഗോമതിയുടെയും ബാലന്റെയും കഥയുടെ ലിങ്ക് നമ്മുടെ പോസ്റ്റ് അതായത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പം നിങ്ങളൊന്ന് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതിനകത്ത് തന്നെയാണ് നമ്മുടെ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങൾ വിടുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഇതിനു മുമ്പായിട്ട് രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണുക. ഇന്നത്തെ ഫുൾ വിശേഷമാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്.